കൊച്ചിയിലെ സമുച്ചയം പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയം. ഒന്നാമത്തെ ടവർ 11 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ ടവറിൽ 199 കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റ് കിട്ടിയിട്ടുള്ളത്. 81 പാർക്കിംഗ് സ്ലോട്ടുകൾ, 105 ALD കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 3 എലിവേറ്ററുകൾ, 3 സ്റ്റെയർകേസുകൾ, ഇവയെല്ലാം ഇവിടെയുണ്ട്. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് താഴെ ഒരു അംഗൻവാടി, 14 കടമുറികൾ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ ടവറിലാകട്ടെ 13 നിലകളിൽ ആകെ 195 പാർപ്പിടങ്ങളാണുള്ളത്. ഈ ടവറിൻ്റെ മുകളിൽ 13ാമത്തെ നിലയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കയറുകയുണ്ടായി. കൊച്ചി നഗരത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം ആ 13ാമത്തെ നിലയിൽ നിന്ന് കാണാൻ കഴിയുമെന്ന പ്രത്യേകതയും അതിനുണ്ട്. 10,225 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇത് പണിതിട്ടുള്ളത്. താഴത്തെ നിലയിൽ 18 കടമുറികളും പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഇത്തരം ക്ഷേമ പദ്ധതികൾക്ക് പുറമെ കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾക്കായി നിരവധി ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത്. കൊച്ചി മെട്രോ വികസനം, അന്താരാഷ്ട്ര വിമാനത്താവള വികസനം, കൊച്ചി വാട്ടർ മെട്രോ, പെട്രോകെമിക്കൽ പാർക്ക്, ഇൻഫോ പാർക്ക് വികസനം, ഇവയെല്ലാം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. കോർപ്പറേഷൻ പരിധിയിലാകട്ടെ പതിറ്റാണ്ടുകളായി മുറങ്ങിക്കിടന്നിരുന്ന കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിര നിർമ്മാണം, ജി സ്മാരകം, എറണാകുളം മാർക്കറ്റിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണം, ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, PNG നിവാസികളുടെ മാസ്റ്റർ പ്ലാൻ, നഗരസഭയിലെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായി ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം, ഇവയെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന നവകേരള സങ്കല്പത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതെല്ലാം. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ കിടപ്പാടം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന ചിന്തയോടെയാണ് ലൈഫ് മിഷൻ സർക്കാർ ആവിഷ്കരിച്ചത്. അതിൽ ഇന്നുവരെയുള്ള 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞ കാര്യം നേരത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കാനുള്ള ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മാത്രമായി ഇതുവരെ 40,000-ഓളം വീടുകളാണ് അനുവദിച്ചത്. 33,000-ലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 6,000-ലധികം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. ഇതിന് പുറമെയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഈ പദ്ധതി പോലുള്ള പ്രത്യേക പദ്ധതികളിലൂടെ വീടുകളുടെ ലഭ്യമാക്കുന്നത്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ആശയം
വീട് ലഭിച്ചു തുടങ്ങി. അതോടെ അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആ പദ്ധതിയെ തന്നെ തകർക്കാൻ ശ്രമിച്ചു വരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് മാതൃകാപരമായി തന്നെ ആ പദ്ധതി മുന്നോട്ട് കുതിച്ചു. ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ കൂടെ നിന്നവരല്ല അത്തരം ഉത്സവ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു. ക്ഷേമ പദ്ധതികളെ തകർക്കുക എന്നത് അത്തരം ആളുകളെ ഒരു അജണ്ടയായി നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്ന നാം കണ്ടു. ലൈഫ് മിഷന് പുറമെ ക്ഷേമ പെൻഷൻ, ആ കാര്യത്തിലും എല്ലാവരും സഹകരിക്കാൻ കഴിയും. പക്ഷേ അതിനെയും തിരക്കം വെക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഫോൺ പദ്ധതിക്കെതിരെയും രംഗത്ത് വന്നു. ഞങ്ങളതിനെതിരെ കോടതിയിലുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കോടതിയിൽ പോയവർക്കെതിരെ ശക്തമായ പരാമർശം നടത്തുന്ന കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പരാമർശം ഉയർന്നു വന്നതും നമ്മളെല്ലാം കണ്ടതും അനുഭവിച്ചതുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന നിലയുമുണ്ടാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക വികസനത്തിന് രൂപരേഖ തയ്യാറാക്കുന്ന ലക്ഷ്യത്തോടെ വികസന സദസ്സുകൾ നടത്തിവരികയാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും അത്തരം വികസന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു. സ്വാഭാവികമായും കൊച്ചി കോർപ്പറേഷനിലും ആ പരിപാടി നടപ്പാക്കും. എല്ലാവരും അതിൻ്റെ ഭാഗമാകണം, പ്രാദേശിക വികസനത്തിൽ പങ്കാളികളാകണം എന്നതാണ് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സമൂഹത്തിൽ വൈവിധ്യമാർന്ന മതവിശ്വാസവും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വിശ്വാസവുമൊക്കെ നിലനിൽക്കുന്നു. എന്നാൽ നാടിൻ്റെ വികസനത്തിന്, പാവപ്പെട്ടവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് എല്ലാവരും ഒഴിച്ചു നിൽക്കുക എന്നതാണ് ആവശ്യമായി വേണ്ടത്. ഈ ഫ്ലാറ്റുകളുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി നാം എല്ലാം അതീവ സന്തോഷത്തോടെ പങ്കുചേരുന്നത് ഈ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായി. ആ മനോഭാവം എല്ലാ കാര്യങ്ങളിലും പുലർത്തിപ്പോരാൻ നമുക്കേവർക്കും കഴിയണം. അങ്ങനെ നാടിൻ്റെ വികസനവും പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ ക്ഷേമവും നല്ല രീതിയിൽ ഉറപ്പുവരുത്തത്തക്ക സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാനാവണം. അത്തരം നടപടികൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫ്ലാറ്റുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. കേരളത്തിലെ 394 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി സുബൈദ, ശ്രീമതി ഷൈല സുധീർ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. താങ്ക് യു സോ മച്ച്. അടുത്തതായി കേരളത്തിലെ 394 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തുരുത്തി ചവർ പദ്ധതിയുടെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി സുബൈദയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ താക്കോൽ കൈമാറ്റം ചെയ്യുന്നു. നിരന്തര കൈയടിയോടെ നമുക്ക് തുരുത്തി പദ്ധതിയെ കേരള ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഏവർക്കും വീട് എന്ന കേരള സർക്കാരിന്റെ ആ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ശ്രീമതി ഷൈല സുധീറിനെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി തുരുത്തി പദ്ധതി കേരളത്തിന്റെ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. അടുത്തതായി CSML ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഷാജി ബി നായരെ ബഹുമാനീയനായ മുഖ്യമന്ത്രിക്ക് ഒരു ഓർഡർ സമർപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട MLA ശ്രീ KJ മാക്സി